പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല പ്രഭാതത്തെയും നല്ല ദിവസത്തെയും ഓർത്ത് നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഈ ദിവസം നമ്മൾ ദൈവത്തിന് നന്ദി പറയുമ്പോഴും ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കാര്യങ്ങൾ, അതുപോലെ തന്നെ ദേവാലയം, എല്ലാ കുർബാനകളും സിനഡ് കുർബാന ചൊല്ലിക്കൊണ്ടിരുന്ന ദേവാലയം ചെന്ന് ഈ കൂരിയ ചെന്നിട്ട് അടച്ച് താക്കോലും കൊണ്ട് പോകുന്ന ഈ കൊടിയ തിന്മ, അതിന് നേതൃത്വം കൊടുത്ത ഷൈജു ആൻ്റണി, ഈ കൂരിയായിലെ 3 വൈദികരെ നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ എന്താണ്, ഏത് ആകാശക്കോടാലിയാണ് വന്ന് വീഴാൻ പോകുന്നത്? അതിന് നേതൃത്വം കൊടുക്കുന്ന പാമ്പ്ലാനി പിതാവേ, ഞങ്ങൾക്കിതൊന്നും അല്ല പറയാൻ, അങ്ങേപ്പറ്റി പറയാൻ തോന്നുന്നത്. പറയുന്ന വാക്ക് മാറ്റി പറയുകയും വളച്ചു പറയുകയും കള്ളനോടൊപ്പം കൂട്ടുകൂടുകയും സകല തെമ്മാടിത്തരങ്ങളും കാണിക്കുവാൻ വിമതർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുകയും, അങ്ങനെ ചെയ്തു കൊടുത്തിട്ട് ഓരോ TV ചാനലുകളിൽ വന്നിരുന്നിട്ട് കുടുംബജീവിതത്തെപ്പറ്റിയും വിശ്വസ്തതയെപ്പറ്റിയും അങ്ങേക്ക് പറയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട പിതാവെ, അങ്ങയുടെ തലയ്ക്ക് മുകളിൽ ഏത് ആകാശക്കോടാലിയാണ് വന്ന് വീഴാൻ പോണത്? സഭയ്ക്കും സഭയുടെ ദൈവജനത്തിനും ആത്മനാശം വരുത്തുന്ന അങ്ങയുടെ ഈ ദൈവമില്ലാത്ത, ദൈവഭയമില്ലാത്ത ഈ ജീവിതം അങ്ങയെ കൊണ്ടെത്തിക്കുന്നത് നരകത്തിലല്ല, കൊടിയ നരകത്തിലായിരിക്കും കൊണ്ടിടുന്നത്. നീതിമാൻ പോലും കഷ്ടിച്ച് രക്ഷപ്പെടുന്നു എന്ന് ബൈബിൾ പറയുന്നു. നീതിമാൻ, അനീതി പ്രവർത്തിക്കുന്ന നിങ്ങളെപ്പോലെയുള്ള അത്രയും കൊടും പിശാചുക്കൾ, നിങ്ങൾക്ക് നരകമല്ലാതെ മറ്റെന്താ കിട്ടേണ്ടത്? ഈ ലോകത്തിൻ്റെ അധികാരത്തിന് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ദൈവത്തെയും ദൈവസഭയും വിൽക്കുന്ന ഇത്ര ഭീകരമായ അന്ധകാരം പ്രവർത്തിക്കുന്ന നിങ്ങളെ ഞങ്ങളെന്താണ് വിളിക്കേണ്ടത്? പിതാവെന്നൊന്നും വിളിക്കാനില്ല. പിതാവെന്ന് വിളിക്കാം, ഇപ്പോൾ സാത്താൻ്റെ പിതാവെന്നാണ് വിളിക്കേണ്ടത്. ഷൈജു ആൻ്റണി, നീയും നിൻ്റെ കൂടെ നിൽക്കുന്ന ഓരോ മക്കളുടെ മേലും തലയ്ക്ക് മുകളിൽ തലമുറകൾ നശിക്കുന്ന പാപമാണ് നീ ചെയ്യുന്നെന്നുള്ള ബോധം നിനക്കുണ്ടാകട്ടെ. നിനക്കിവിടെ എന്ത് കിട്ടാനാ? നീ ഇപ്പോൾ കിട്ടുന്ന സ്ഥാനത്ത് എത്ര കാലം ഇരിക്കും? 10,000 കൊല്ലമൊന്നും ഈ ഭൂമിയിൽ ജീവിതം ഇല്ല സഹോദര. സങ്കടത്തോടെ പറയുക, ഇപ്പോൾ പഴയ ആവേശമൊന്നും നിനക്ക് കാണുന്നില്ലല്ലോ. മറ്റത് അങ്ങനെയല്ല, ഭയങ്കരമായ ആവേശം വരും. ഞങ്ങൾ കാല് തല്ലി ഓടിക്കും, ഞങ്ങൾ കാണിക്കുന്നത് നിങ്ങൾ കണ്ട പേടിച്ചു പോകുന്ന കുറേ. ഇപ്പോൾ ഒന്നും കാണിക്കാനില്ല. ദൈവം ഇടപെട്ടിരിക്കുന്നു. സീറോ മലബാർ സഭ ദൈവത്തിൻ്റെ സഭയാണ്. തമ്പുരാൻ ഇടപെട്ടിരിക്കുന്നു. അത് നീതിബോധമുള്ള പുരോഹിത വർഗത്തിന് സാധിക്കാത്തത് നീതിബോധമുള്ള ഈ സിവിൽ കോടതിയിലൂടെ വന്ന് സാധിക്കും. ഉറപ്പ്, 100%. ഞങ്ങൾക്ക് പേടിയില്ല, ഞങ്ങൾക്ക് ഭയമില്ല, ഞങ്ങൾക്ക് പരാജയ ഭീതിയില്ല. എന്താ ഇപ്പോൾ വിമതന്മാരുടെ പലരുടെയും മുഖം ചുളിഞ്ഞായിരിക്കുന്നത്? പള്ളിക്കകത്തുനിന്ന് ഇറക്കി വിട്ടെന്നൊക്കെ പറയാം. അത് നിങ്ങൾ എന്ത് വേണേൽ പറഞ്ഞു, അത് ഞങ്ങൾക്ക് പ്രശ്നമല്ലല്ലോ. ഉണ്ട്, ഞങ്ങളുടെ കൂടെ ദൈവമുണ്ട്. ഞങ്ങൾ കരങ്ങൾ വിരിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. പരിശുദ്ധ കുർബാനയെ എടുത്തിട്ട് തട്ടിക്കളിക്കുന്ന പിതാക്കന്മാരെ, തോമാക്കുന്നിലിരിക്കുന്ന കള്ളച്ചെകുത്താന്മാരെ, അവിടുത്തെ കൂരിയായും അവിടെ ഇരിക്കുന്ന മേജറും, ഇതൊക്കെ നിങ്ങളൊക്കെ സാത്താൻ്റെ സന്തതികൾ തന്നെയാണ്. ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ തിരിച്ചറിയാമെങ്കിൽ സ്നേഹമില്ലാഴിക, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയില്ലായ്മ, ആത്മനാശത്തിന് വിളവെടുക്കാനായി നിങ്ങൾ വേലയെടുക്കുന്നത് പോലെയല്ലേ ഞങ്ങൾ കാണേണ്ടത്? ഒരു മേജറും ഇല്ല, ഒരു മൈനറുമില്ല. ഒരു കാര്യം വളരെ സത്യമായി ദൈവജനത്തിനറിയാം, രക്ഷ വ്യക്തിപരമാണ്. സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നവൻ നീതിബോധത്തോടെ ദൈവഭയത്തോടെ ജീവിച്ചാൽ അവനും സ്വർഗത്തിൽ പോകാം. ഒരൊറ്റ പിതാക്കന്മാരും, ഈ 52 പിതാക്കന്മാരും സ്വർഗത്തിൽ പോകുന്ന കാര്യം സംശയമാണ്. മേജർ ആർച്ച് ബിഷപ്പും പിന്നെ നമ്മുടെ വികാരിയും കൂടെ പോകാനായിട്ട് അവരായിരിക്കും മുന്നേ സിന്താബ വിളിക്കുന്നത്. 52 പിതാക്കന്മാരെ നിങ്ങളെ ധ്യാനിപ്പിച്ച കൊടിയ വിഷം നിറഞ്ഞ ഈ ജന്മം നിങ്ങളെ ഉൾപ്പെടെ കൊണ്ടുവന്ന് താഴ്ത്തിക്കെട്ടിയില്ലേ? ലോകത്തിൻ്റെ മുൻപിൽ നാണം കെടുത്തിയില്ലേ? എന്തുകൊണ്ടാണ് മുഴുവൻ സമയവും മുഴുവൻ കുർബാനയും സിനഡ് കുർബാന ചൊല്ലിക്കൊണ്ടിരുന്നിടത്ത് ഒരു കുർബാന മാത്രം ചെല്ലിയാൽ മതി എന്ന് പറഞ്ഞ് പള്ളി പൂട്ടിയിട്ട് എന്തേ നിങ്ങളുടെ അണ്ണാക്കി പാരയാണോ? ദൈവം തന്ന നാവ് ഉപയോഗിച്ച് ദൈവവചനം പ്രസംഗിക്കുന്ന നിങ്ങൾ കള്ളന്മാരാ പിതാക്കന്മാരെ. ചങ്കുപൊട്ടുന്ന വേദനയോടെ പറയുക, പാവപ്പെട്ട ദൈവജനം അനുഭവിക്കുന്ന വേദന നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഞങ്ങളുടെ ആത്മരോഷം നിങ്ങൾക്ക് മനസ്സിലാവില്ല. ആത്മാക്കൾ തകരുന്നത് കാണുമ്പോൾ, കർത്താവിൻ്റെ സഭ തകരുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് വേദനയില്ല.
ഒരെണ്ണമെങ്കിലും ഗുണമുള്ളതുണ്ടായിരുന്നെങ്കിൽ. ഇസ്രായേൽ ജനം ഭയപ്പെട്ടു നിന്നപ്പോൾ ദാവീദ് എന്ന ചെറുപ്പക്കാരൻ ഇറങ്ങി അന്നത്തെ ഇസ്രായേലിനെ രക്ഷിക്കാൻ വന്നതുപോലെ ഒരെണ്ണമെങ്കിലും ഈ 52 ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ്. ഭയങ്കര പാണ്ഡിത്യമാണ്. നിങ്ങൾക്ക് എന്താ കിഴങ്ങ് പാണ്ഡിത്യമാണ് ഉള്ളത്? വലിയ ഡിഗ്രികളാണ്. നിങ്ങൾ എന്ത് ഡിഗ്രിയാണ് എടുത്തിരിക്കുന്നത്? ദൈവം കൂടെയില്ലാത്ത സകല ഡിഗ്രികളും നിങ്ങളെ നരകത്തിലേക്ക് റിക്രൂട്ട് ചെയ്തിരിക്കുന്നു. നീതിബോധമില്ലാത്ത ജീവിതം. അതുകൊണ്ട് തകരുന്ന ഈ സഭയെ ഇനിയെങ്കിലും വീണ്ടെടുക്കാൻ ആരിലെങ്കിലും സൂസന്നയെ വധശിക്ഷയ്ക്ക് വിധിക്കുമ്പോൾ അവിടെ നിന്ന് ചെറുപ്പക്കാരൻ്റെ ഉള്ളിൽ പ്രവർത്തിച്ച ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പറ്റി പറയുന്നു. അങ്ങനെ ഏതെങ്കിലും ഒരു പിതാവിൻ്റെ ചങ്കനകത്ത് ദൈവം ആ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ഒന്ന് പ്രവർത്തിച്ച് ഇറങ്ങി നിന്ന് മടക്കി കുത്തി നിന്ന് തൻ്റെടിയായിട്ട് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാൻ ഒരാളെയെങ്കിലും കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം കിട്ടട്ടെ. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. ഞങ്ങൾ നശിക്കില്ല, കർത്താവിൻ്റെ സഭ നശിക്കില്ല. ഉറപ്പ് തോൽപ്പിച്ചിരിക്കും. ദൈവം നിങ്ങളെ തോൽപ്പിച്ചിരിക്കും. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ കൂടെ ശക്തി പകർന്നുകൊണ്ടുണ്ട്. ഞങ്ങൾ ഇപ്പോൾ ഈ സമരം ചെയ്യുന്ന സകല മനുഷ്യർക്കും ആത്മധൈര്യത്തോടെ നിത്യരക്ഷ കണ്ടുകൊണ്ടാണ് അവർ സമരം ചെയ്യുന്നത്. ഞങ്ങൾ വിജയിക്കുക മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. കാരണം ഞങ്ങളുടെ കൂടെ ദൈവമുണ്ട്. ഞങ്ങൾ ദൈവത്തിൻ്റെ കൂടെയാണ്. വിശുദ്ധരും പുണ്യവാന്മാരുമായിട്ടല്ല, പാപികളെ സ്നേഹിക്കാൻ വന്ന കർത്താവ് ഞങ്ങളുടെ കൂടെയുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം. ഒരുപാട് ഈ വീഡിയോകളിൽ കൂടെ കാശുണ്ടാക്കാനൊന്നുമല്ല. കാരണം ആത്മരക്ഷയെ പറ്റിയുള്ള നമ്മുടെ വിഷമവും വേദനയും എല്ലാവരും ഒന്ന് അറിയാൻ വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.